ഇപ്പോഴുള്ളത് വിയറ്റ്നാമിലാണ്. ഈ ഗ്രാമത്തിൻ്റെ തൊട്ടപ്പുറത്ത് കംബോഡിയയാണ്. മലയോര മേഖലയിലെ സ്ഥലനാമങ്ങളിലെ പ്രധാനപ്പെട്ട കൗതുകങ്ങളിൽ ഒന്ന്. വിയറ്റ്നാമും കംബോഡിയയുമെല്ലാം ഉൾപ്പെടുന്നത് ആറളം ഗ്രാമപഞ്ചായത്തിലെ കീഴ്പള്ളിക്ക് സമീപമുള്ള രണ്ട് പ്രദേശത്താണ്, രണ്ട് മേഖലയാണ്. എന്തായിരിക്കാം വിയറ്റ്നാം അതുപോലെ കംബോഡിയ എന്നുള്ള പേരുകൾ ഈ മലയോര കുടിയേറ്റ കാർഷിക ഗ്രാമങ്ങൾക്ക് വരാൻ കാരണം? ഒരുപക്ഷെ ഈ നാട്ടിലെ പ്രായം ചെന്നവർക്ക്, മുതിർന്നവർക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ച്, അതിൻ്റെ പിന്നിലുള്ള കഥകളെക്കുറിച്ച് പറയാനുണ്ടാവും. പ്രാദേശികമായ ചരിത്രം രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലെല്ലാം ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പേര് വരാൻ ഈ രണ്ട് ഗ്രാമങ്ങൾക്ക് എന്തായിരിക്കും അതിനുള്ള വഴിയൊരുങ്ങിയത്? ആ വഴിയൊരുങ്ങിയതിൻ്റെ കഥകളെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച് വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും നാട്ടുകാർ ഏജനറ്റിനോട് പ്രതികരിക്കുകയാണ്. മലയോര മേഖലയിൽ കുടിയേറ്റ കുടുംബങ്ങളും ആദിവാസി വിഭാഗത്തിലെ കുടുംബങ്ങളും കൂടുതലായി അധിവസിക്കുന്നതാണ് കീഴ്പള്ളിയും സമീപ പ്രദേശങ്ങളും. തികച്ചും ഗ്രാമീണമായ, നഗരത്തിൻ്റെതായ സംസ്കാരം അത്രയൊന്നും കടന്നുവരാത്ത പ്രദേശങ്ങൾ. കീഴ്പള്ളിയിലാണ് സ്ഥലനാമങ്ങളുടെ പേരിൽ ഒരു ഗ്രാമവും തൊട്ടടുത്ത പ്രദേശവും ശ്രദ്ധേയമാവുന്നത്. കീഴ്പള്ളി ടൗണിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ വിയറ്റ്നാമിലെത്താം. അത് കഴിഞ്ഞാൽ കംബോഡിയയിലേക്കും പോകാം. മിക്കവാറും കുടുംബങ്ങൾ എല്ലാവരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറി വന്നവരാണ് വർഷങ്ങൾക്ക് മുൻപ്. അവരിവിടെ വന്ന് കാർഷിക വൃത്തി സ്വീകരിച്ചു. മറ്റ് പലവിധ നാടൻ തൊഴിലുകൾ ചെയ്ത് അവർ വലിയ ജീവിതം ചെറിയ തോതിൽ കെട്ടിപ്പടുത്തു. അങ്ങനെ അവർ ഈ നാടിൻ്റെ ഭാഗമായി. രണ്ട് രാജ്യങ്ങളുടെ പേരിൽ രണ്ട് ഗ്രാമങ്ങൾ, വിയറ്റ്നാമും കംബോഡിയയും. യഥാർത്ഥ വിയറ്റ്നാമും കംബോഡിയയും തമ്മിൽ 200-ലേറെ കിലോമീറ്ററുകളുടെ ദൈർഘ്യമാണെങ്കിൽ ഇങ്ങ് കീഴ്പള്ളിയിലെ വിയറ്റ്നാമും കംബോഡിയയും ഇഴുകിച്ചേർന്ന് കിടക്കുന്നു. വിയറ്റ്നാം എന്നുള്ള പേര് വന്നത് പണ്ട് ആറളം ഫാം തുടങ്ങുന്ന സമയത്ത് അവിടെ കുറച്ച് ആദിവാസി ആൾക്കാർ അവിടെ താമസിച്ചിട്ടുണ്ട്, കുറച്ചൊരു വിഭാഗം. അപ്പോൾ അവർക്ക് വേണ്ടി ഈ അങ്ങോട്ട് കുറേ 5 ഏക്കർ സ്ഥലം വെച്ച് അവർക്ക് കൊടുത്തു ഒരു കുടുംബത്തിന്. ഇവിടെ നിന്ന് ഏകദേശം പോകണമെങ്കിൽ 3-4 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട് പോകണമെങ്കിൽ. അപ്പോൾ അന്നത്തെ കാലത്ത് വണ്ടി സൗകര്യം അങ്ങനത്തെ ഒന്നുമില്ല, നടന്ന് തന്നെ പോകണം. അങ്ങനെ ദൂരെ കൂടുതലാവുകൊണ്ട് അവർ അതിന് വിയറ്റ്നാം എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ഇത് എവിടെയാണ് പോകുന്നത്, വിയറ്റ്നാമിലേക്ക് പോകും. അങ്ങനെ ഒരു ദൂരെ കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ വിയറ്റ്നാമിൽ ഇട്ടു. അതിൻ്റെ അപ്പുറം കംബോഡിയ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. യഥാർത്ഥ പേര് കരിയമ്മന്നതോട് എന്നാണ് ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെ ആദ്യത്തെ. എന്താ യഥാർത്ഥ പേരെന്താ? കരിയമ്മന്നതോട്. കരിയമ്മന്നതോട് യഥാർത്ഥ പേര്. പിന്നെ അന്നത്തെ രസമാണ് ഈ ഞാൻ പറഞ്ഞത്, ഈ കച്ചറ ഉണ്ടായ രസം. അങ്ങനെ എല്ലാം എന്നും പ്രശ്നമായതുകൊണ്ട് അങ്ങനെ ഒരു വിയറ്റ്നാം പാകിസ്ഥാൻ പോലുള്ള കലാപമെന്ന് പറഞ്ഞുള്ളത് അങ്ങനെ പേരിട്ടാ. അല്ലാതെ അതിന് പ്രത്യേകത ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറിച്ചര കോളനി അങ്ങോട്ട് വന്ന്, കുറിച്ചര കോളനി വന്നപ്പോൾ അവിടെ പിന്നെ കംബോഡിയ ഒരു വായ്പേരം കിട്ടുന്നുള്ളൂ. കീഴ്പള്ളിയിൽ നിന്ന് വിയറ്റ്നാമിലെത്താൻ ഏകദേശം 2 കിലോമീറ്റർ. വിയറ്റ്നാമിൽ നിന്ന് കംബോഡിയയിലേക്ക് ചെറിയൊരു അകലം മാത്രം. വനമേഖലകളാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങൾ, കർഷകരും സാധാരണ തൊഴിലെടുത്ത് ജീവിക്കുന്നവരും. കംബോഡിയയുടെ അതിർത്തിയിൽ ടാറിട്ട റോഡ് അവസാനിക്കും. ഈ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്ന 2 പേരാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. സന്തോഷും ബിനുവും സഹോദരന്മാരാണ്. ഈ കംബോഡിയയിലെ, വിയറ്റ്നാമിലെ ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഇവരോട് കൂടി ചോദിക്കാം. ഈ ഇവിടെ നിന്ന് പുറത്തേക്ക് യാത്രകളൊക്കെ എങ്ങനെയാണ്? യാത്രയ്ക്ക് ഞാൻ ഇവിടുന്ന് ഓട്ടോ വിളിക്കും, അല്ലെങ്കിൽ പിന്നെ ബസ്സിന് പോകണം. ഇവിടുന്ന് പിന്നെ 1/2 കിലോമീറ്റർ നടക്കണം. നടന്നിട്ടാണ് ബസ്സിന് കയറിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക കീഴ്പള്ളിക്ക്. കീഴ്പള്ളിക്ക് പോയിട്ടാണ് സാധനമെല്ലാം മേടിച്ച് കൊണ്ടുവരില്ല. അത് തിരിച്ചു വരുമ്പോൾ ബസ് ഉണ്ടാവില്ല. അവിടുന്ന് ഓട്ടോ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം. ഈ ആന ഇറങ്ങുന്ന പ്രദേശം കൂടിയല്ലേ ഇത്? അതെ അതെ. ആന പിന്നെ വരും. ഇന്നെല്ലാം കൂടെ ആന വന്നിന്. പക്ഷേ ഈ ഫെൻസിങ് ഉള്ളതുകൊണ്ട് ആന പറമ്പിലേക്ക് കടന്നില്ല. അപ്പൊ ആന അവിടുന്ന് നേരെ അങ്ങ് മുകളിലേക്ക് പോയിട്ടാണുള്ളത്, കാട്ടിലേക്ക്. ഇപ്പൊ കാട്ടിലുള്ള ആന. നിങ്ങൾ ഇവിടെ ഈ പ്രദേശത്ത്, ഈ അതിർത്തി പ്രദേശത്ത് ഇപ്പൊ എത്ര വീടുകളുണ്ട്? അതിർത്തിയിൽ ഫുള്ള് അതിർത്തി തന്നെയാണ്. ഇത് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് അതിർത്തി. ഈ വനത്തോട് ചേർന്ന് എത്ര വീടുണ്ട്? വനത്തോട് ചേർന്ന് ഒരു 10-20 വീടുണ്ട്. അവിടെ നിങ്ങൾ ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അവര് പിന്നെ വെളിമാന സ്കൂളില്, ആറളത്ത്. പിന്നെ വലിയ വലിയ പിള്ളേരെല്ലാം അങ്ങ് ഇരിട്ടിയിലും ഒക്കെ പഠിക്കാൻ പോകും. അപ്പൊ ഇവിടെ ഇങ്ങനെ താമസിക്കുമ്പോൾ സ്വാഭാവികമായി പുറത്ത് ഏതെങ്കിലും നാട്ടിലേക്ക് കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്ക് പോകണമെന്നൊക്കെ തോന്നും, അല്ലെങ്കിൽ ഇത് തന്നെ ഒരു സുഖകരമായ ജീവിതമായിട്ട് കാണുന്നതാണോ?
ഇത് തന്നെ എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് പുറത്തേക്ക് ഇത് ആദിവാസി മേഖലയാണ്. അപ്പോൾ അത് പിന്നെ പുറത്തേക്ക് കഴിഞ്ഞാല് ഇവിടുന്ന് ആദ്യം നമ്മൾ ഫാമിലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ഥലം മാറ്റിയതാണ്. ഈ ഇത് പൊടിക്കളം ഭഗവതി ക്ഷേത്രം അല്ലേ, കുടുംബക്ഷേത്രമാണ്. ഇവിടെ ചടങ്ങുകളൊക്കെ എങ്ങനെയാ? ചടങ്ങുകൾ ഈ നമുക്ക് കുടുംബക്ഷേത്രമാണല്ലോ. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ എല്ലാവരും കൂടി പൈസ സ്വരൂപിച്ചിട്ടാണ് കുടുംബക്ഷേത്രത്തിൽ നടത്തുന്നത്. കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന മലനിരകൾ, വനാതിർത്തിയോട് ചേർന്നൊരു ക്ഷേത്രം, പിന്നെ കൊട്ടിയൂർ റേഞ്ച് വനവും അതിനപ്പുറം കർണാടക വനവും. വിയറ്റ്നാമും കംബോഡിയയും എന്ന പേര് വരുന്നതിന് പിന്നിൽ ഒട്ടേറെ കഥകൾ ഉൾച്ചേർന്ന ചരിത്രമുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഈ സ്ഥലത്തിൻ്റെ പേര് കരയമുടതോട് എന്നായിരുന്നു. പിന്നെ അതിങ്ങനെ മാറി മറിഞ്ഞു വന്ന് ജനങ്ങൾ താമസിക്കാൻ വന്ന് അങ്ങനെയെല്ലാം പിന്നെ അതൊരു വിയറ്റ്നാം കോളനിയായി. വിയറ്റ്നാം കോളനി എന്ന് പറയാൻ കാരണം ഇവിടെ ഈ പിന്നെ ഫാമിൽ പിന്നെ മരമുറി ഉണ്ടായിരുന്നു. മരമുറിക്കുന്ന കുറേ പിന്നെ ആൾക്കാർ ഇവിടെ വന്ന് താമസമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ അമേരിക്കയും പിന്നെ വിയറ്റ്നാമായിട്ടൊരു യുദ്ധം നടക്കുന്ന സമയമാണ്. അങ്ങനെ അവർ ഇത് വന്നപ്പോൾ കുടയുന്നൊരു പെണ്ണിനെ കൊണ്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേന് ഇവരെല്ലാം കൂടെ കൂടിയിട്ട് പിന്നെ ബമ്പൻ അടി അവിടെ. അങ്ങനെയാണ് ഈ പേര് ഇറങ്ങാണ് വിയറ്റ്നാം. അന്നത്തെ ആ ഒരു യുദ്ധത്തിന്റെ ഇതും കൂടെ കൂടിയിട്ട് യുദ്ധത്തിന്റെ സമയത്ത് അപ്പൊ ഇത് ഒരു കച്ചറയുള്ള ഏരിയ ആയിട്ട് മാറിയില്ലേ. അപ്പൊ അങ്ങനെ ആവുമ്പോ പിന്നെ യുദ്ധം പോലെ തന്നെ അവിടെ കച്ചറ, അപ്പൊ ഇവിടെയും കച്ചറ. ഇതൊരു വിയറ്റ്നാം കോളനി പോലെ ആയല്ലോടോ എന്നുള്ളൊരു ആരോ പറഞ്ഞു. അങ്ങനെ അതങ്ങ് വിയറ്റ്നാം കോളനി ആയി. ഇതിന്റെ ഔദ്യോഗികമായിട്ട് പിന്നെ മുന്നേയുള്ള മാപ്പിലെല്ലാം കരയമ്പേട തോട് തന്നെ, കരയമ്പേട തോട്, അതിന്റെ അപ്പുറം നാരങ്ങത്തോട്. പിന്നെ അത് മാറി ഇപ്പൊ വിയറ്റ്നാം കോളനി ആയി. 40-45 വർഷത്തിന് മുകളിലായി വിയറ്റ്നാം കോളനി എന്നുള്ള പേര് വന്നിട്ട്. ഇപ്പൊ ഔദ്യോഗികമായിട്ടെല്ലാം വിയറ്റ്നാം കോളനി തന്നെയാണ്. ഈ ഔദ്യോഗിക ഇപ്പോൾ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ രേഖകൾ ഇപ്പോൾ ആവശ്യം, നമുക്ക് പല ആവശ്യങ്ങളും പോകുമല്ലോ, അതിൽ പോകുമ്പോൾ ഈ അപേക്ഷയിലൊക്കെ വെക്കുന്ന പേരെന്താ? വിയറ്റ്നാം കോളനി വിയറ്റ്നാം തന്നെ. അപ്പൊ കംബോഡിയ അങ്ങോട്ടുള്ളവർ കംബോഡിയ എല്ലാരും വിയറ്റ്നാം കോളനി എല്ലാവരും. അത് അന്നത്തെ ഒരു പേര് ഇട്ടുന്നേ, അന്നൊരു പേര് അങ്ങനെ കിട്ടുന്നേ ഉള്ളൂ, വിയറ്റ്നാം കംബോഡിയ. അത് ഫാമിന്ന് പുനരധിവസിപ്പിച്ചവരാണ് അപ്പുറം 110 ഏക്കർ സ്ഥലത്ത് അവർക്ക് ആർളം ഫാമിന്ന് പുനരധിവസിപ്പിച്ച. അപ്പൊ അന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞു അത് കംബോഡിയക്കാരെന്ന്. അങ്ങനെ പറഞ്ഞു അത് കംബോഡിയ. പക്ഷെ ഔദ്യോഗികമായിട്ട് വരുമ്പോ ഇപ്പൊ എല്ലാം വിയറ്റ്നാം കോളനി തന്നെ വരുന്നത്. സർക്കാരിന്റെ എല്ലാ ഇതിനകത്തും വിയറ്റ്നാം കോളനി തന്നെ, വിയറ്റ്നാം കോളനി തന്നെ അറിയും. പത്തനംതിട്ടയിൽ നിന്ന് വിയറ്റ്നാമിലെത്തി അംഗൻവാടി വർക്കറായ CK വത്സല പറയുന്നത് ഇങ്ങനെ. ഞാനിവിടെ ഈ അംഗൻവാടിയിൽ ഇപ്പം വന്നിട്ട് 28 വർഷമായി ഇങ്ങോട്ട് വന്നിട്ട്. ഇവിടെ ഞാൻ ആദ്യം വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അങ്ങ് പരുപ്പുതോട് എസ്റ്റേറ്റിൻ്റെ അപ്പുറം ഒരു പാലം, പുതിയ പാലമില്ലേ, അവിടെ തൊട്ട് ഇങ്ങോട്ട് നമ്മുടെ ഈ വിയറ്റ്നാം വരെ എന്ന് പറഞ്ഞാൽ റോഡൊന്നുമില്ല. ചെറിയൊരു ഇത് ഇവിടെ റോഡില്ല, ചെറിയ ഇടവഴി പോലൊക്കത്തെ നടപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്കൊരു 4-5 തോടുകളുണ്ടായിരുന്നു. ആ തോടെല്ലാം ഇറങ്ങിക്കയറി, പരുപ്പുതോട് ഒരു വലിയ തോടായിരുന്നു. ആ തോട്ടിൽ എപ്പോഴും വെള്ളം വരും മഴക്കാലമായാൽ. ആ വെള്ളത്തിൽ പകുതി ദിവസം ഈ മഴക്കാലമായാലും നമ്മൾ അക്കരെ നിൽക്കണം. എന്നിട്ട് വെള്ളം വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആ വെള്ളം ഇങ്ങനെ പോകും. ആ വെള്ളം പോയതിന് ശേഷം അക്കരയോട്ട് കയറിപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു അന്ന്. ഇങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു ആ വഴിയെ കൊണ്ട് നടന്നു വരാൻ. അന്ന് വരുമ്പോഴേ വിയറ്റ്നാം എന്നുള്ള പേര് തന്നെയായിരുന്നു ഇവിടെ. വിയറ്റ്നാമെന്ന് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലത്തിന് കംബോഡിയെന്നും തന്നെയായിരുന്നു പേരൊക്കെ. എനിക്ക് ഇവിടെ വരുമ്പോൾ ആദ്യമായിട്ട് വിയറ്റ്നാമിലാണ് അംഗൻവാടി, ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ വിയറ്റ്നാം എവിടെയോ എന്താ ഒന്നും അറിയത്തില്ല. ഇവിടെ നിന്ന് കാട് പോലൊക്കത്തെ ഒരു പ്രദേശം. ഇപ്പം നല്ല തെളിച്ചമൊക്കെ ആയില്ലേ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര നമ്മൾ ഈ നാട്ടിൻപുറത്ത് ജീവിച്ചേച്ച് കാട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഭീകര പോലെ ഒരു അവസ്ഥയായിരുന്നു. എന്നുവെച്ചാൽ ഈ 2 സൈഡും ആ ഒരു വളവുള്ള ആ സ്ഥലം വരുന്നുണ്ടെങ്കിൽ 2 സൈഡും ഇങ്ങനെ ഭയങ്കര വലിയ കാടുകളും പിന്നെ അവിടെ നിന്നൊരു തോട് ഇറങ്ങി കയറി ഇങ്ങനെയൊക്കെ വരണമായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് ആ എസ്റ്റേറ്റിലെ പാലങ്ങളൊക്കെ ആദ്യം പണിത്. ഇപ്പം പിന്നെ ആ പരുപ്പാടത്തെ പുതിയ പാലം കഴിഞ്ഞ വർഷമാണ് പണിത്. അതുവരെ അവിടെ ഭയങ്കര ഇവിടെ ഈ മേഖലയിൽ എത്രയാണ് ജനങ്ങളുള്ളത്? അവരുടെ ഒരു കണക്കറിയാവുന്നത്? ഇവിടെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം 375 അങ്ങനെ പോപ്പുലേഷനേ ഉള്ളൂ. അതായത് നവജീവൻ കോളനി തൊട്ട് ഇങ്ങോട്ട് അത്ര അതിർത്തി വരെ, അങ്ങ് ഫോറസ്റ്റിൻ്റെ അതിർത്തി വരെ അത്ര പോപ്പുലേഷനേ ഉള്ളൂ. ആദ്യമൊക്കെ 10, 600, 700 ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലോട്ട് ഇപ്പം കുറേ പേര് പോയി. പിന്നെ അപ്പുറത്തുള്ള ആൾക്കാർ ഈ ആനശല്യം, പിന്നെ ഈ മാവോയിസ്റ്റുകളുടെ ശല്യമൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ പുതിയങ്ങാടി ഭാഗത്തോട്ടൊക്കെ ഒഴിവായിപ്പോയി. ഇപ്പോൾ ഇവിടെ ജനസംഖ്യ കുറവാണ്. ഇപ്പോൾ നാടാകെ മാറി, യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചു. വിയറ്റ്നാമും കംബോഡിയയും അവിടങ്ങളിലെ മനുഷ്യരും ഒരേ മനസ്സോടെ ജീവിക്കുന്നു. കാടറിയുന്നു, നാടറിയുന്നു.
വിയറ്റ്നാമിൻ്റെയും കംബോഡിയയുടെയും അതിർത്തിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ അതിർത്തി പ്രദേശത്ത് ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് കൂടുതലും താമസിക്കുന്നത്. അങ്ങനെ വിഭാഗത്തിൽപ്പെട്ട 10-60ഓളം വീട്ടുകാർ ഇവിടെയുണ്ട്. അവർക്ക് ഒരു കുടുംബക്ഷേത്രമായി പൊടിക്കളം ഭഗവതി ക്ഷേത്രം അപ്പുറത്ത് നമ്മൾ കണ്ടു. ഈ അതിർത്തി മേഖലയിൽ തൊട്ടപ്പുറത്ത് കാണുന്നത് കൊട്ടിയൂർ വനമേഖലയാണ്. അവിടെ നിന്ന് കുറച്ച് ഇതുവഴി നടന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ കർണാടക വനമേഖലയായി. എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം, അതുപോലെ കീഴ്പള്ളിയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് വന്ന് കംബോഡിയ ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശത്തിൻ്റെ അതിർത്തി മേഖലയായി പിന്നീട് വനമേഖലയാണ്. ഇവിടെ എങ്ങനെയാണ് അവരുടെ ഈ പ്രദേശത്തുകാരുടെ ടൗണുകളുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ജീവിതക്രമങ്ങൾ, അതെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. എന്തായാലും വളരെ കൗതുകം നിറഞ്ഞ സ്ഥലനാമങ്ങൾ, അതോടൊപ്പം തന്നെ പ്രത്യേകതയുള്ള ജീവിത രീതികൾ, അതാണ് ഈ സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദൃശ്യങ്ങൾ പകർത്തിയ ജിതിനോടൊപ്പം ഷിജിത്ത്, ഏജനെറ്റ് ന്യൂസ്.